എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ പങ്കാളിക്ക് എങ്ങനെ ഒരു ഹോട്ട് ഫ്രഞ്ച് കിസ് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, ചുംബനം കൊടുക്കുവാനോ വാങ്ങുവാനോ ഇഷ്ടപ്പെടാത്ത പങ്കാളികൾ ഉണ്ടാകുമോ? ഇല്ല അല്ലേ? എന്നാൽ നന്നായി അറിഞ്ഞുകൊണ്ട് ഒരു ചുംബനം കൊടുത്തു നോക്കൂന്നേ. അതെ, സർവേകൾ പറയുന്നത് പുരുഷന്മാർക്ക് തൻ്റെ സ്ത്രീ പങ്കാളി മുൻകൈ എടുക്കണമെന്നാണാലോ ആഗ്രഹം. അതെ, ചുംബനത്തിന്റെ കാര്യത്തിൽ സ്ത്രീ പങ്കാളികൾ മുൻകൈയെടുത്ത് നൽകുന്നത് ആഗ്രഹിക്കുന്ന പുരുഷന്മാർ 87%. അപ്പോൾ മനസ്സിലായില്ലേ, സ്ത്രീകൾ മുൻകൈയെടുത്ത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫ്രഞ്ച് കിസ് കൂടുതൽ ലഭിക്കാൻ ആഗ്രഹമുണ്ട് എന്നത് തന്നെ. എന്നാൽ ചുംബിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങളുടെ ചുംബനത്തിന്റെ ചൂട് കൂട്ടുവാനാണ് ഇത് ഉപകരിക്കുക. അതായത് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുണ്ടും വാഴയും ഹൈജീനിക് ആവണമെന്നതാണ്. അഥവാ ബാഡ് സ്മെല്ലൊന്നും പാടില്ല. നിങ്ങൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിയോ മറ്റോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബാഡ് സ്മെല്ല് പുറത്തേക്ക് വരും. ഇത് അസഹനീയമായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും പാടില്ല. അതിനായി നിങ്ങൾ നന്നായി വായ വൃത്തിയാക്കി വെക്കുക. വേണമെങ്കിൽ നന്നായി പല്ലൊക്കെ തേച്ച് നല്ലൊരു മൗത്ത് ഫ്രഷറൊക്കെ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ ചുണ്ടുകൾ. അതെ, ചുണ്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ് ബാം പുരട്ടാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, കാരണം ചുണ്ട് ഡ്രൈ ആവാതിരിക്കുവാനാണ്. മാത്രവുമല്ല, ചുണ്ട് നന്നായി സ്മൂത്ത് ആവാനും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. അതെ, ആദ്യം തന്നെ നിങ്ങൾക്ക് മുകളിലെ ചുണ്ടിലോ അല്ലെങ്കിൽ താഴത്തെ ചുണ്ടിലോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. എന്നാൽ തുടക്കം തന്നെ ഹാർഡാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പതിയെ തുടങ്ങണം എന്ന് സാരം. ചുണ്ടുകൾ പാനം ചെയ്യുന്നതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് നാവ് കൊണ്ടും അവിടെ കളം വരയ്ക്കാവുന്നതാണ്. നാവുകൾ കൊണ്ട് നിങ്ങൾക്ക് പതിയെ ഒഴിയാവുന്നതാണ്. എന്നാൽ നാവ് കൊണ്ടുള്ള കളി അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം പലർക്കും ഓക്കാനം വന്നേക്കാം. അതുകൊണ്ട് നാവുകൾ കൊണ്ട് പതിയെ പതിയെ കളം വരയ്ക്കാം. എന്നാൽ ഇതെല്ലാം തുടങ്ങുന്നതിന് മുൻപ് ആദ്യമേ പറയട്ടെ, ഓടിച്ചെന്ന് നിങ്ങളുടെ പങ്കാളിക്കരിയിൽ വന്ന് നിങ്ങൾ ഫ്രഞ്ച് കിസ് തുടങ്ങരുത് കേട്ടോ. നിങ്ങളുടെ പങ്കാളിയുടെ അനുവാദം വാങ്ങണമെന്ന് മാത്രം. അതെ, അതിനായി പ്രകോപിപ്പിക്കണം. നിങ്ങളുടെ പ്രണയപൂർവമായ നോട്ടം കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം കണ്ടോ നിങ്ങളുടെ പങ്കാളി അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, ഞാനൊരു ചുംബനം നൽകട്ടെ എന്ന്. നിങ്ങളുടെ അനുവാദം വാങ്ങിയതിനു ശേഷം പതിയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചുംബനം തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായി ചുംബിക്കുമ്പോൾ മറ്റുള്ള ഒരു ശല്യങ്ങളും ഇല്ലെന്ന് ഉറപ്പാക്കുക. മാത്രവുമല്ല, കണ്ണടച്ച് ഇതിൻ്റെ സുഖം ആസ്വദിക്കുക. കൂടാതെ പങ്കാളിയെ പതിയെ തലോടുകയോ അല്ലെങ്കിൽ പങ്കാളിയെ പതിയെ താങ്ങുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അഥവാ പങ്കാളിക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുവാൻ, അഥവാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖത്തിലൂടെ ഒരു റിതം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള താങ്ങലുകൾ പരസ്പരം നൽകാവുന്നതാണ്. ഇതുകൂടിയാകുമ്പോൾ ഫ്രഞ്ച് കിസ് കൂടുതൽ സൂപ്പറായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.